ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ SJ ഫാമിലി ഹാപ്പി കുക്കിംഗ് ആൻഡ് റൺ വിത്ത് us. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ ഇന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ഞങ്ങളുടെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെട്ടാൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാനായി പോകുന്നത് നമ്മുടെ വീട്ടിലെ സാധാരണ ചേരുവകൾ കൊണ്ടുള്ള സ്നാക്ക്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാനായി പോകുന്നത്. ഞാനിവിടെ ഇതേപോലെ പഴുത്ത നേന്ത്രപ്പഴം 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം എടുത്താൽ ഒന്ന് കുഴഞ്ഞു പോട്ടെ, നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഐറ്റം കുഴഞ്ഞു പോകട്ടെ. അതുകൊണ്ട് ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം നമുക്ക് ആവശ്യമില്ല. ഇതേപോലെ ഒരു മീഡിയം ഇതിൽ പഴുത്ത നേന്ത്രപ്പഴം നമുക്ക് എടുത്താൽ മതി കേട്ടോ. ഞാനിതവിടെ ഇതേപോലെ ഒരു പഴുത്ത നേന്ത്രപ്പഴം 2 എടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിലെല്ലാം സാധാരണ ചേരുവകൾ കൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാനേ പറ്റും കേട്ടോ. ഞാനിവിടെ 2 നേന്ത്രപ്പഴവും 1 കപ്പ് അവലും നട്ടപ്പം ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിനാവശ്യമായിട്ടുള്ളത് 1 കപ്പ് തേങ്ങയും കൂടി ഇതിന് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പഴം ഒന്ന് തൊലി കളഞ്ഞ് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിതാ നമ്മളെടുത്ത നേന്ത്രപ്പഴം ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. തൊലി കളഞ്ഞ് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കണ്ട കേട്ടോ. ഇതിന് ഒരു മീഡിയം ഇതിൽ പഴുത്ത നേന്ത്രപ്പഴം എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാനിതാ നമ്മളെടുത്ത നേന്ത്രപ്പഴം തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ നെയ്യ് ചൂടായി വന്ന് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ. നമ്മളിത് നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം ഇതിന് എടുക്കണ്ട കേട്ടോ. തൊലി കറുത്ത് ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഐറ്റത്തിന് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം ഇതിനെടുക്കണ്ട. ഞാൻ എടുത്ത പോലെ ഒരു മീഡിയം ഇതിൽ പഴുത്ത നേന്ത്രപ്പഴം മാത്രം എടുത്താൽ മതി കേട്ടോ. ഒരുപാട് പച്ചപ്പഴം എടുക്കണ്ട, ഒരുപാട് പഴുത്ത പഴവും എടുക്കണ്ട കേട്ടോ ഇതിനായിട്ട്. അപ്പോൾ നമുക്ക് പഴമൊന്ന് നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ട് വരാം. 2 സൈഡ് നല്ലപോലെ ഒന്ന് കളർ മാറി ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നമുക്കിതേപോലെ ഇതങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം. അപ്പോഴേ നമ്മുടെ പഴം 2 സൈഡും ഒന്ന് ബ്രൗൺ കളറായി വരുള്ളൂ കേട്ടോ. ഇതേപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനത്തെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ പഴം ഇതേപോലെ കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 5 മിനിറ്റ് നേരം നമ്മളിതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മളിത് പഴമെല്ലാം വാട്ടിയെടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് അതേ പാനിൽ തന്നെ 1 കപ്പ് നമുക്ക് അവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെള്ള അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളതിൽ ഇതുപോലെ കപ്പളവില്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് 1 കപ്പ് അവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഴം വാട്ടിയെടുത്ത് അതേ പാനിലേക്ക് തന്നെ 1 കപ്പ് വെള്ള അവിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഒരു 3-4 മിനിറ്റ് നേരം ഇതേപോലെ വറുത്തെടുത്താൽ മതി കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നിങ്ങൾക്കിതിന് പകരമായിട്ട് ചുവന്ന അവലെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതവലായാലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ കപ്പളവില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് എടുത്താലും മതി കേട്ടോ. അങ്ങനെ നമ്മളിത് ഒരു 3-4 മിനിറ്റ് നേരം ഇതേപോലെ പഴം വാട്ടിയ പോലെ തന്നെ അവലും ഇതേപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. തൊട്ടാലിത് അതേപോലെ പൊടിഞ്ഞു വരണം കേട്ടോ. ആ വിധത്തിൽ വേണ്ടതൊന്ന് വറുത്തെടുക്കാനായിട്ട് തൊടുമ്പോൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് പൊടിഞ്ഞ് വരണം. നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടല്ലോ അല്ലേ എല്ലാവരും? ഇതേപോലെ പൊടിഞ്ഞ് വരണം കേട്ടോ.
അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളത് അവലും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മളിത് പഴവും അവലും ഒന്ന് വറുത്തെടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ 1 കപ്പ് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും കൂടെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും വെച്ചിട്ടുള്ളത്. സിമ്മിൽ തന്നെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഈ തേങ്ങയിലുള്ള വെള്ളമെല്ലാം വറ്റി ഇതൊന്ന് ഡ്രൈ ആവുന്നതുവരെ, തേങ്ങ ഒന്ന് ഡ്രൈ ആവുന്നതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയിൽ നീരെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആവുന്നതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു പാത്രത്തിലേക്കോ പ്ലേറ്റിലേക്കോ മാറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ തേങ്ങ. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ തേങ്ങ അതേപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് തേങ്ങയും അവലും പഴവും കൂടെ ഒന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സോസ് പാൻ ചൂടാക്കാനായി വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഏത് കപ്പിലാണോ അവലും തേങ്ങയും എടുത്തത് അതേ കപ്പിൽ തന്നെ, അല്ലെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ശർക്കര എണ്ണയൊന്നും ഇല്ലാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് കിട്ടിയത്. മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായാലും സ്നാക്കായിട്ട് കൊണ്ടുപോകാനായാലും മക്കൾക്ക് അതേപോലെ തന്നെ നമുക്ക് കഴിക്കാനായാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള എണ്ണയൊന്നും ഇല്ലാത്ത ഓയിലൊന്നും ഇല്ലാത്ത സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിനി ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതവിടെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ശർക്കര പാനിയായി വരട്ടെ. ഇങ്ങനെ ശർക്കര പൊടിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ശർക്കര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ശർക്കര പാനി പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ ഇങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ. അങ്ങനെ നമ്മളിതാ തേങ്ങയും പഴവും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വറുത്ത് വെച്ച അവലും അവിടെയുണ്ട്, വറുത്ത് വെച്ച തേങ്ങയും അതേപോലെ പഴം വാട്ടിയെടുത്തൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് നമ്മളൊന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനങ്ങനെ അരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശർക്കര പാനിയിൽ എന്തെങ്കിലും കല്ലോ മണ്ണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ടോ നമ്മളിങ്ങനെ അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. പിന്നെ നമ്മളിതാ തേങ്ങ വറുത്തെടുത്ത് അതേ പാനിലേക്ക് നമ്മളിതാ പാൻ ചൂടായി വന്നതും അതിലേക്ക് നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ശർക്കര ഉരുക്കി വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ ശർക്കര പാനിയും തേങ്ങയും കൂടി ഒന്ന് യോജിപ്പിച്ച് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. 1-2 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ എന്താ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മുടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ശർക്കര പാനിയും തേങ്ങയും അവലും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഈ പഴം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ ശർക്കര പാനിയിലേക്ക് തേങ്ങയും അവലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന പഴവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മളിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ടും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ നമ്മളിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ടും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓയിലൊന്നും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായാലും അതേപോലെ തന്നെ നമ്മൾക്ക് കഴിക്കാനായാലും അതേപോലെ ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വരികയാണെങ്കിൽ അവർക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഇത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും വീട്ടിൽ ഈ സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെട്ടാൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അതും ഞങ്ങളുടെ ചാനലിൽ കമൻറ്റ്സായി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ. ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേന്ത്രപ്പഴവും അവലും തേങ്ങയും കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് ഇതുപോലെ വെറൈറ്റി ആക്കി ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഇഷ്ടമാകും, അവനും ഹാപ്പി ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ. Thank you for watching our videos, dears. Subscribe our channel and support us.